ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങളൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ മൊമെൻ്റാണ് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ മൂന്നാമത്തെ ബേബിയുടെ ജെൻഡർ റിവീലാണ് ഞങ്ങളിവിടെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബേബി ഏതാണെന്ന് നമുക്ക് ഇപ്പം തന്നെ അറിയാൻ പറ്റും. ഫുൾ വീഡിയോ നിങ്ങൾ കാണുക. അങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാം വെക്കുന്ന ഒരു വീക്കെൻഡിലായിരുന്നു. ഫ്രണ്ട്സിൻ്റെ ഡ്യൂട്ടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവരെല്ലാവരുടെയും ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എല്ലാവരും വന്നത്. എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളുടെ അടുത്ത പരിപാടിയായ ഗെയിംസിലേക്കാണ് ഞങ്ങൾ പോയത്. ഈ ഗെയിംസിനകത്ത് നമുക്ക് മെയിനായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. നെയിം ചൂസ് ചെയ്യുക. ബേബി ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും നെയിം ചൂസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും അത് അടിപൊളിയായിട്ട് ചെയ്തു. അതിനുശേഷം വോട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആരാണ് ബേബി ബോയ് ഓർ ബേബി ഗേൾ എന്ന് പറയുന്നതിൻ്റെ വോട്ടായിരുന്നു. ഈ പ്രോഗ്രാം മെയിനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് എൻ്റെ സിസ്റ്ററായിരുന്നു. ഡോണയാണ് ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത്. താങ്ക് യു സോ മച്ച് ഡിയർ. അവളെല്ലാ കാര്യങ്ങളും അതിൻ്റേതായ ക്രമീകരണത്തിലെല്ലാം ഞങ്ങളെപ്പോലും ഒന്നും അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്തു തന്നത് അവളാണ്. നല്ല അടിപൊളി ഗെയിംസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര ആക്റ്റീവായി ചിരിച്ച് ഞങ്ങൾ മണ്ണ് തപ്പിയെന്ന് തന്നെ പറയാം. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജെൻഡർ റിവീലിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലേക്കാണ് നേരെ കടന്നത്. ഞങ്ങൾക്കൊരു ബോർഡൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ബോർഡിനകത്ത് ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അപ്പോഴത്തേക്കും നെക്സ്റ്റ് ഓപ്ഷൻ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞിരുന്നു. ബലൂണിനകത്തുള്ള സർപ്രൈസ് ഉണ്ടായിരുന്നു. ബലൂണും ഞങ്ങൾ നോക്കി. ബലൂണിലും നിന്ന് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് കേക്ക് വഴിയാണ് നിങ്ങളുടെ സർപ്രൈസ് വരുന്നതെന്ന്. അങ്ങനെ ഞങ്ങളുടെ കേക്ക് എത്തി. കേക്ക് കട്ട് ചെയ്തു. നമ്മളൊരു പീസ് മുകളിലോട്ട് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ജെൻഡർ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ഇമോഷണൽ ഫീലായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് കരേണ്ടിയൊക്കെ വന്നു. റിവ്യൂലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് അടിക്കാനാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷം കുട്ടിപ്പട്ടാളങ്ങളുടെ ഒരു ഗെയിം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെ വേണ്ടായോ, അതിനുവേണ്ടി ഞങ്ങൾക്കും അവർക്ക് വേണ്ടി ഒരു ബലൂൺ ഗെയിം അറേഞ്ച് ചെയ്തിരുന്നു. അതിനകത്ത് കുറച്ച് നേരം അവരും എൻജോയ് ചെയ്തു. എന്ത് പ്രോഗ്രാം വെച്ചാലും ഞങ്ങൾക്ക് എൻഡിങ്ങിൽ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ. വൈൻഡ് അപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരോടും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. എല്ലാവരുമായിട്ട് നിന്ന് ഞങ്ങൾ ഫോട്ടോസ് എടുത്തായിരുന്നു. കുറേ പേർക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. അവരെയും ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് എക്സൈറ്റ്മെൻറ്റും സന്തോഷവും സങ്കടങ്ങളും ഒക്കെയുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്ത് ബേബിയാണെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. എന്നാലും നമ്മുടെ ഉള്ളിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഏത് ബേബിയാണ് എന്നറിയാനായിട്ടുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പം ഏകദേശം 2-2:30 മണിയൊക്കെ ആയിരുന്നു. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, ഞങ്ങളെ ബ്ലെസ് ചെയ്യണം. താങ്ക് യു.